ഹായ്, എല്ലാവർക്കും ജോ കിച്ചൺ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് തന്നെ എല്ലാവർക്കും ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കുമ്പളങ്ങ ഹൽവയാണ്. ഇതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ കുമ്പളങ്ങയാണ് എടുക്കുന്നത്. കുരു കളഞ്ഞതിന് ശേഷമാണിത് 1/2 കിലോ. അതിന് മുന്നേ ഒരു 900 സംതിങ് ഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളിതൊരു മീഡിയം വലുപ്പമുള്ള ഗ്രേറ്ററിൽ വെച്ചിട്ട് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പൊ ഞാനിവിടെ എല്ലാം ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാത്രത്തിലേക്ക് ഞാനിവിടെ 250 ml പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് ഞാൻ ഒരു 200 ഗ്രാം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു 2 തുള്ളി മഞ്ഞ കളറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കളറ് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ കളറ് ചേർത്ത് കൊടുക്കണ്ട. അപ്പൊ ഇതൊന്ന് മിക്സ് ചെയ്യാം. അപ്പൊ പഞ്ചസാര ഒന്നും അലക്കണമെന്നില്ല കേട്ടോ. ഇനി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ നെയ്യ് നമ്മുടെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഞാൻ ഇതിലേക്ക് കുറച്ച് കാഷ്നട്ടും കുറച്ച് ബദാമും കൂടെ മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏത് നട്ട്സ് വേണേലും യൂസ് ചെയ്യാം. അതൊന്ന് കളറ് മാറുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് അത് കോരി മാറ്റിയതിന് ശേഷം അത് ആ സെയിം പാനിലോട്ട് തന്നെ നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുമ്പളങ്ങി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിന്റെ ഒന്ന് ഈ പച്ച കളർ ഒന്ന് മാറണം. പിന്നെ അതുപോലെ തന്നെ ഇത് കുറച്ച് നല്ല സോഫ്റ്റ് ആവും. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിന്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള പാലും പഞ്ചസാരയായിട്ടുള്ളത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹൽവയാണ്. അപ്പൊ എല്ലാവർക്കും തന്നെ ഇത് വീട്ടിൽ തയ്യാറാക്കാം. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് എന്താ എന്നുള്ളത് കമന്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കണേ. അപ്പൊ ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. അതായത് നമ്മുടെ ഈ പാലൊക്കെ ഒന്ന് വറ്റണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/2 സ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനൊരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ ഇതിലെ പാലൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലെ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് വെക്കാം. പിന്നെ കുറച്ച് സമയം കഴിയുമ്പോഴത്തേനും ഇത് പാത്രത്തിൽ നിന്നെല്ലാം നന്നായിട്ട് വിട്ടുപോരാൻ തുടങ്ങും. ആ നന്നായിട്ട് വിട്ടുപോരുന്ന സമയത്താണ് നമ്മളിത് നിർത്തേണ്ടത്. ഇപ്പൊ ഒരു സമയത്ത് ഇതെല്ലാം ഒരുമിച്ച് കൂടിച്ചേർന്ന് വന്നിട്ടുണ്ട്. പാത്രത്തിൽ നിന്നെല്ലാം നന്നായിട്ട് വിട്ടു വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ഒരു സ്റ്റേജ് വരെ ഇളക്കി കൊടുത്താൽ മതിയാവും. അപ്പൊ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്നട്ടും ബദാമും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ചും കൂടെ നെയ്യൊക്കെ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് ചൂടോട് കൂടി തന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കണം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് പുരട്ടിയെടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇത് ഇടുമ്പോഴത്തേക്കും ഇത് പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ഇടുന്നത്. അപ്പൊ ഇത് നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നിരത്തി വെക്കുക. പിന്നെ ഇത് ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ എന്റെ മറ്റുള്ള വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടി ഒന്ന് പോയി കാണുക. അപ്പൊ ലാസ്റ്റ് ആയിട്ട് നമ്മളൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഞാൻ ബദാം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹൽവ ഇവിടെ തയ്യാറാണ്. അപ്പൊ എല്ലാവർക്കും ഇത് ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാം. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.